അതിൽ ആ സമയത്ത് അതൊരു മെഗാ സീരിയൽ കോംബോ പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അത് നല്ലതല്ലേ? ഇപ്പൊ കുഞ്ചാക്കോ ശാലിനി അങ്ങനെ ഒരു കോംബോ വരുമ്പോ കുന്താക്കോ ബോബൻ ശാലിനിയാ ഇതുങ്ങളാ ഫൈബർ ഗുഡ് ദേവു കൊല്ലാതെ ജനങ്ങളെ. ഒരു നാണമാനല്ലാതെ കളിക്കുന്നുണ്ട്. അയാമേ ആർട്ടിസ്റ്റാ ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ. കൂടെ നിൽക്കുന്ന വീഡിയോ എടുത്തു തരുന്ന കൂട്ടുകാരൻ തന്നെ പറയുന്നു യാതൊരു നാണോ മാനോ ഇല്ലാന്ന്. അതും പോട്ടെ, റെനാസുണ തന്നെ പറയുന്നു റെനാസുണക്ക് തീരെ നാണോ മാനോ ഇല്ലാന്ന്. പിന്നെ ഞാനിവിടെ വന്നിരുന്നിട്ട് റെനാസുണയ്ക്ക് നാണോ മാനോ ഇല്ല എന്ന് പറയുന്നതിനകത്ത് എന്തെങ്കിലും ഒരർത്ഥമുണ്ടോ? ഒരർത്ഥവും ഇല്ല. അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. മറിച്ച് വേറെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. റെനാസുണയും റെനാസുണയുടെ എല്ലാ ഷോർട്ട് ഫിലിമിലെയും അല്ലെങ്കിൽ ആൽബത്തിലെയും സിനിമയിലെയും ഒക്കെ നായകനായിട്ടുള്ള പ്രതീഷ് രണ്ടുപേരും കൂടെ ഇരുന്നിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ഇന്ന് കാണാനിടയായി. കഴിഞ്ഞ ദിവസം റെനാസുന ഒരു ചാനലിൽ നമ്മുടെ വൈബർ ഗുഡ് ദേവു എന്ന് പറയുന്ന ആളുടെ ഒരു ചാനലിൽ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് വന്നതിനകത്താണ് നമ്മുടെ പ്രതീഷും കൂടെ വന്നിരുന്ന് രണ്ടുപേരും കൂടെ അവിടെ നിന്ന് അങ്ങോട്ട് അഭിനയിച്ച് തകർക്കുന്നുണ്ട്. അവരുടെ അഭിനയം, അവരുടെ കഥ ഒക്കെ നമുക്ക് കുറച്ച് കേട്ടാലോ? നല്ല സൂപ്പറ്. അപ്പോൾ കാര്യത്തിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് വീഡിയോ ഒക്കെ കാണുന്ന, ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ. കൂടാതെ വീഡിയോക്ക് ഒരു ലൈക്ക് ഒക്കെ താ. പിന്നെ താഴെ കമൻറ്റ് ബോക്സിൻ്റെ അവിടെ ആയിട്ടൊരു ഹൈപ്പ് വീഡിയോ എന്ന് പറയുന്ന ഒരു പരിപാടിയും കൂടെ ഇപ്പോൾ കാണാൻ പറ്റും. അതിന് ഒന്ന് ക്ലിക്ക് ചെയ്ത് സഹായിക്കണേ. എന്നിട്ട് നമുക്ക് രേണുവിനെ പറ്റി ബാക്കി എങ്ങനെ കേൾക്കാം. രണ്ടുപേരുടെയും ഇൻ്റർവ്യൂ, നല്ല ഗംഭീര ഇൻ്റർവ്യൂ. താ തുടങ്ങിക്കോ. എന്തൊക്കെയുണ്ട് വിശേഷം? എങ്ങനെ പോണു വർക്കും കാര്യങ്ങളൊക്കെ? വർക്ക് അടിപൊളിയായി പോകുന്നു. കുറച്ച് എയറിലാണ്, കുറച്ച് താഴേക്ക് ഇങ്ങനെ നല്ല വില വന്നോണ്ടിരിക്കും. കുറച്ച് കാലങ്ങളായിട്ട് എയറിലാണ്. ഒരു 3 മാസമായിട്ട് ഇപ്പൊ എയറിലാണ്. ലാൻഡ് ചെയ്തിട്ടില്ല, അടുത്തൊന്നും ലാൻഡ് ചെയ്യാൻ വന്നായിരുന്നു, വീണ്ടും ഇടയ്ക്ക് വന്ന് പൊങ്ങി. അപ്പൊ എയർ പോകുന്നോണ്ട് തന്നെ ലാൻഡ് ചെയ്തിട്ട് ഓരോ ഓപ്പർച്യൂണിറ്റീസ് എടുക്കാനായിട്ടുള്ള ഒരു വൈബ് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നില്ല. ഈ എയർ കാരണം നമുക്ക് കിട്ടുന്ന ഒരുപാട് ഓപ്പർച്യൂണിറ്റി. എടേ, ഈ ഏറി പോയതുകൊണ്ട് മാത്രമാണ് നിനക്ക് ഓപ്പർച്യൂണിറ്റി ഉള്ളത്. മനസ്സിലായോ നിനക്ക്? അല്ലാതെ നീ നല്ല അഭിനയ കുളപതി ആയതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, റെനാസുണ ഉള്ളത് കൊണ്ട് മാത്രം ഉള്ള ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ അഭിനയിക്കുന്ന ഒരു വ്യക്തിയാണ് മോനെ പ്രതീക്ഷ. നീ അത് നിനക്കറിയില്ലെങ്കിലും കാണുന്ന നമുക്കൊക്കെ അത് മനസ്സിലാവുന്നുണ്ട്. ഇത് ഞാൻ മാത്രം പറയുന്നതല്ല. എനിക്ക് തോന്നുന്നില്ല. വീഡിയോ കാണുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾ പറ, ഇവനെ ഞാൻ ഈ ഒരു റെനാസുനയുടെ കൂടെയാണ് ഈ ഒരു പ്രതീക്ഷ എന്ന് പറയുന്ന വ്യക്തിയെ കണ്ടു തുടങ്ങുന്നത്. അതിനു മുമ്പ് ഞാൻ കണ്ടിട്ടില്ല ഈ വ്യക്തിയെ. ഈ റെനാസുനയുമായിട്ടല്ലാതെ വേറെ ഏതെങ്കിലും ഷോർട്ട് ഫിലിമിലൊക്കെ ഈ വ്യക്തി ഉണ്ടോ? എനിക്കറിയത്തില്ല, ഞാൻ കണ്ടിട്ടില്ലേ. പറവുകാരൻ വെറുതെ കള്ളം പറയത്തില്ല. ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയുക. ഈ ചേട്ടൻ വേറെ എങ്ങനെയെങ്കിലും ഏതെങ്കിലുമൊക്കെ ഷോർട്ട് ഫിലിമിൻ്റെ സൈഡിൽ കൂടെയെങ്കിലും പോയിട്ടുണ്ടോ എന്ന്. കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് പറയുന്നത്. കാണാത്തത് കണ്ടിട്ടില്ല എന്ന് തന്നെയല്ലേ നമുക്ക് പറയാൻ പറ്റൂ. പിന്നെ പ്രതീക്ഷ 3 മാസമായിട്ടില്ലേ നീ ഏറി കയറാൻ തുടങ്ങിയിട്ട്? ഈ 3 മാസമേ ആയിട്ടുള്ളൂ റെനാസുന അഭിനയിക്കാൻ തുടങ്ങിയിട്ടല്ലേ? അതിന് മുമ്പ് അഭിനയിക്കുന്നുണ്ടായിരുന്നു? എനിക്കറിയത്തില്ല. അല്ലെങ്കിൽ റെനാസുനയുടെ കൂടെ അഭിനയിക്കാൻ നീ തുടങ്ങിയിട്ട് 3 മാസമായിട്ടല്ലേ ഉള്ളൂ? അപ്പത്തൊട്ടാണ് നിന്നെ നാട്ടുകാർ കാണാൻ തുടങ്ങിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ എയറിൽ തന്നെ ഇരിക്കുക. നീ അവിടുന്ന് താഴെ വന്നു കഴിഞ്ഞാൽ നിന്റെ കാര്യം കട്ടപ്പോകാം. ഇതല്ലാതെ വേറെ ഏതെങ്കിലും ഒരു ഷോർട്ട് ഫിലിമിലോ ആൽബത്തിലോ ഒക്കെ നീ അഭിനയിച്ചാൽ ക്ലച്ച് പിടിക്കുമോയെന്ന് എനിക്കറിയത്തില്ല, എനിക്കറിയാൻ പാടില്ല. അതുകൊണ്ടാണ് ഇതിപ്പോൾ ഈ ചേച്ചി ഉള്ളതുകൊണ്ട് നൈസായിട്ട് ഇടയ്ക്കിടയ്ക്ക് അങ്ങ് തലയൊക്കെ കാണിച്ച് ആൾക്കാരുടെ ഇടയ്ക്ക് മറ്റേ ഓൺലൈൻ മീഡിയക്കാരൊക്കെ വരുമ്പോൾ അവരുടെ ഫ്രണ്ടിൽ ചേച്ചിയുടെ കൂടെ തന്നെ സൈഡിൽ കയറി നിന്ന്, മറ്റൊരു പേരുണ്ടല്ലോ ഇത്തിൽ കണ്ണി, അങ്ങനെ നിന്ന് തൽക്കാലം ഒന്ന് ഇത്തിരി വൈറലായിട്ടൊക്കെ പോകാം. മനസ്സിലായില്ലേ? അങ്ങനെ അങ്ങ് പൊക്കോ. അതാണ് നിനക്ക് നല്ലത്. ബാക്കി നമുക്ക് കേൾക്കാം. ഒരുപാട് സിനിമ അടക്കം കിട്ടി. സോ നിങ്ങൾ തമ്മിൽ ഒരു ഫസ്റ്റ് മീറ്റ് എങ്ങനെയാണ്? ഇവരുടെ മീറ്റിനെ പറ്റിയൊക്കെ നമുക്ക് സംസാരിക്കാം. അതിന് മുമ്പേ സിനിമ കിട്ടിയെന്ന് പറയുന്നുണ്ടല്ലോ, ഡീറ്റെയിൽ ഒക്കെ അവൻ പറയുന്നുണ്ടേ. എടാ, എനിക്ക് അറിയാൻ പാടില്ലായിട്ട് ചോദിക്കുക. സിനിമ എന്ന് പറയുന്ന ആ ഒരു കലയ്ക്ക് എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ ഇത്. ഞാൻ ആരെയും താഴ്ത്തി കെട്ടാനോ അത് ശരിയല്ല. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ സിനിമ എന്ന് പറയുന്ന ഒരു കലയ്ക്ക് നാണക്കേടാണ് ഇവരൊക്കെ. അതെന്തുകൊണ്ടാണെന്നറിയോ ഞാൻ പറയുന്നത്? ഞാനൊക്കെ അല്ലെങ്കിൽ എന്നെപ്പോലെ സിനിമയെ ഇഷ്ടപ്പെടുന്ന ആളുകൾ നമ്മളൊരു സിനിമ കാണുന്നത് അല്ലെങ്കിൽ നമ്മളൊരു സിനിമ ആസ്വദിക്കുന്ന എപ്പോഴാണ്? നമ്മൾ ഒരു തിയേറ്ററിൽ റിലീസ് വരുന്നു, നമ്മൾ തിയേറ്ററിൽ പോയി ആ ഒരു വലിയ സ്ക്രീനിലിരുന്ന് സിനിമ കാണുമ്പോഴാണ് സത്യം പറഞ്ഞാൽ അതൊരു സിനിമ കണ്ടൊരു എഫക്റ്റ് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ OTT-യിലൊക്കെ സിനിമ റിലീസ് ആവാറുണ്ട്.
ചില സിനിമകളിലൊന്നും തിയേറ്ററിൽ പോലും വരത്തില്ല, നേരെ OTT. പക്ഷെ നമുക്ക് ആ ഒരു തിയേറ്ററിൽ കിട്ടുന്ന ഒരു അത്ര എക്സ്പീരിയൻസ് നമുക്ക് കിട്ടാറില്ല. അപ്പോഴാണ് OTT-യിലും പോട്ടെ, യൂട്യൂബിൽ 1.5 മണിക്കൂറുള്ള അല്ലെങ്കിൽ 2 മണിക്കൂറുള്ള ചില സാധനങ്ങൾ, ഈ ഷോർട്ട് ഫിലിം തന്നെ അത് കുറച്ച് നീട്ടി അങ്ങോട്ട് വെക്കൂടെ, എന്നിട്ട് അത് സിനിമ എന്നങ്ങ് പേരിട്ടിട്ട് വിളിക്കുക ഇതുങ്ങളൊക്കെ. സത്യം പറഞ്ഞാൽ സിനിമ എന്ന് പറയുന്ന ആ ഒരു കലയോട് ഇവർ ചെയ്യുന്ന ഒരു എന്താണ് മോശം പ്രവൃത്തിയല്ലേ അത്. എനിക്ക് അങ്ങനെയാ തോന്നുന്നു. ഇവനും ഈ ചേച്ചിയും കൂടെ അഭിനയിച്ചേക്കുന്ന ഒരു പടം വേലുന്ന അങ്ങനെ അങ്ങോട്ട് പറഞ്ഞൊരു സാധനം ഞാൻ കുറച്ചൊന്ന് കണ്ടടേ, ഞാൻ അപ്പം തന്നെ നിർത്തി. വേണ്ട എനിക്ക് കാണണ്ട, ആ ഒരു മൂഡായിപ്പോയി. സത്യം പറയാലോ, എൻ്റെ അഭിപ്രായമായി ഇത്. ചിലപ്പോൾ ഇവരുടെ ആ ഒരു സിനിമയൊക്കെ കണ്ട് ഒരുപാട് ഇഷ്ടപ്പെട്ട കരഞ്ഞു പോയ ആളുകളൊക്കെ കാണും, താഴെ കമന്റ് ബോക്സിൽ പറയുക. എനിക്കെന്തായാലും മതിയായടേ, ഇനി ഞാൻ ആ പരിസരത്തേക്ക് പോകത്തില്ല. അതുകൊണ്ട് തന്നെ സിനിമ എന്ന് പേരിട്ട് അതിനെ വിളിക്കാൻ എനിക്ക് താല്പര്യമില്ല. അത് സിനിമയോട് ചെയ്യുന്നൊരു കുറ്റമായി പോകും. അതെനിക്ക് ആ ഒരു തെറ്റ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല കേട്ടോ. നമുക്കിനി ബാക്കി ചെയ്യാം. ഇവർ പരിചയപ്പെട്ടതിനെ പറ്റി ഇനിയും പറയുന്നുണ്ട്, കേക്ക്. ഈ ഒരു കോംബോ ക്രിയേറ്റ് ആയി ആൽബം എങ്ങനെയാണ് ക്രിയേറ്റ് ആയത്? അത് നമ്മുടെ ഒരു ഫ്രണ്ട് ഒരു ദിവസം നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഡയറക്ടർ വിളിച്ചായിരുന്നു, ജിന്നു എന്ന് പറഞ്ഞ ഡയറക്ടർ വിളിച്ചായിരുന്നു. വിളിച്ചിട്ട് പറഞ്ഞു ഒരു ആൽബം ഉണ്ട്, പ്രതീക്ഷ ചെയ്യാൻ പറ്റുമോ ചോദിച്ചു. ഞാൻ ചോദിച്ചു ആ ചെയ്യാലോ എന്ന് പറഞ്ഞു. അപ്പൊ എടുത്തു നോക്കി വെച്ച് രേണുസുധിയാണ് കേട്ടോ നായിക തന്നെ. വണ്ടി സ്റ്റക്കായി വണ്ടി വരെ നിന്നുപോയി. അപ്പൊ ആ ശരി ഓക്കെ എന്ന് പറഞ്ഞ എന്തായാലും ട്രോള് വരും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അതാ, രേണുസുധി ആയതുകൊണ്ട് പ്രതീക്ഷ എന്തായാലും ട്രോള് വരും, എയറിലേക്ക് പൊങ്ങുട്ടോ. അപ്പൊ തന്നെ ഞാൻ എന്താണ് ഇയാൾ ഇങ്ങനെ പറയുന്നത്, കാരണം ഒരു ഡയറക്ടർ വിളിച്ചു പറഞ്ഞ ക്വസ്റ്റ്യൻ അതായിരുന്നു. അപ്പോഴേക്കും അമ്മയൊക്കെ ട്രോൾ ഓൾറെഡി പറഞ്ഞു, ട്രോള് വരും, എയറിൽ പോകുന്നത് ഉറപ്പെടുത്ത് പറഞ്ഞ കാര്യമാണ്. അപ്പോഴേക്കും വീട്ടിൽ പറഞ്ഞു നടക്കട്ടെ, ചെയ്തോ വൈഫൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ചെയ്തോ, അതിനിപ്പോ എന്താ കുഴപ്പമില്ല. അങ്ങനെ ഫസ്റ്റ് നമ്മൾ എല്ലാം പ്ലാൻ ചെയ്തിട്ട് നേരെ ആൽബം ചെയ്യാൻ വേണ്ടി പോയി. എടാ മോനെ, ആ ഒരു നിന്നെ വിളിച്ച ഡയറക്ടർ ആ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ എന്തിൻ്റെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡയറക്ടർ പറഞ്ഞത് വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. റെനാസുന എന്ന് പറയുന്ന വ്യക്തി വരുമ്പോഴത്തേക്ക് ആൾക്കാർ ആ വീഡിയോ, ഇതിപ്പോൾ എന്ത് വീഡിയോ ആയിക്കോട്ടെ റെനാസുനയുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, അതിൻ്റെ അടിയിൽ ആൾക്കാർ വന്ന് പറയാനുള്ളതൊക്കെ പറയും. ഇപ്പോൾ ഈ വീഡിയോ അടിയിൽ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയത്തില്ലേ, അത്രേ ഉള്ളൂ. റെനാസുനയുടെ ഒരു ഷോർട്ട് ഫിലിമോ ഇവർ ഈ പറയുന്ന കണക്ക് സിനിമ എന്ന് പറഞ്ഞ് പേരിട്ട് വേണ്ട, ആ ഒരു 1.5 മണിക്കൂറുള്ള എന്തോ ഒരു കുന്ത്രാണ്ടം അതിൻ്റെയൊക്കെ അടിയിൽ ചെന്ന് ആൾക്കാരിത് കുറച്ചു നേരം കണ്ടു കഴിയുമ്പം തെറിപ്പൂരം അങ്ങോട്ട് തുടങ്ങും. അങ്ങനെ തെറിപ്പൂരം തുടങ്ങുമ്പം യൂട്യൂബ് തന്നെ ഇതിനെ റെക്കമെൻഡ് ചെയ്ത് വിടും. അതാണ് ബുദ്ധിപരമായിട്ട് ഇവരെ വെച്ച് പരിപാടികൾ ചെയ്യുന്ന ആളുകൾ, അതായത് ഈ സാധനമൊക്കെ ഷൂട്ട് ചെയ്തിടുന്ന ആൾക്കാർ ഇത് നേരെ യൂട്യൂബിൽ കൊണ്ടിടുന്നത്. കാരണം അവിടെ കിടന്ന് ഓടിക്കോളും, മനസ്സിലായില്ലേ? അതുകൊണ്ട് മാത്രമാണ് മോനെ ഇത് റീച്ച് ആവുന്നത്. ആൾക്കാരുടെ ഒരു എതിർപ്പ്, ആൾക്കാർക്ക് ഈ ഒരു സാധനം കാണുമ്പോൾ ഒരു ദേഷ്യം അവർ തീർക്കും. അപ്പോൾ ഈ സാധനം റീച്ച് ആവും, അത്രയേ ഉള്ളൂ. അല്ലാതെ നിങ്ങളുടെ അഭിനയത്തിൻ്റെ മറ്റേ മികവ് കൊണ്ട് എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് അവരുടെ അഭിനയം നല്ല അഭിനയമായിരിക്കും. എനിക്കങ്ങനെ തോന്നുന്നില്ല, അത്രേ ഉള്ളൂ. ഈ പാവപ്പെട്ടവൻ്റെ ഈ അഭിനയം ഒന്നും അറിയാൻ പാടില്ലാത്ത ഈ പാവപ്പെട്ടവൻ്റെ ചെറിയൊരു അഭിപ്രായം എനിക്ക് അത്ര ഗംഭീരമായിട്ടൊന്നും തോന്നിയിട്ടില്ല. പക്ഷെ അവരെ സംബന്ധിച്ചും വേറെ ഒരുപാട് ആളുകളെ സംബന്ധിച്ചും ചിലപ്പം മികച്ച അഭിനയം തന്നെ ആയിരിക്കും അവർ കാഴ്ചവെക്കുന്നത്. അതുകൊണ്ടാണല്ലോ ബെസ്റ്റ് ഇൻഫ്ലുവൻസറാ, ബെസ്റ്റ് ആക്ടറാ, എന്തൊക്കെയോ കിട്ടുന്നുണ്ടല്ലോ. അപ്പം എന്തോ ആയിക്കോട്ടെ, അതൊക്കെ കിട്ടിക്കോട്ടെ. പിന്നെ മോനെ പ്രതീക്ഷ, നിന്റെ വീട്ടുകാർക്ക് ഇച്ചിരി ബുദ്ധം ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് നിന്റെ ഭാര്യയ്ക്ക്. അതാണ് അഭിനയിച്ചോളാൻ പറഞ്ഞത്. കാരണം ഈ ചേച്ചിയായിട്ട് കയറി ഇന്ന് കഴിഞ്ഞാൽ 10 പേര് നിന്നെ ശ്രദ്ധിക്കും. ഇപ്പൊ അത് സംഭവിക്കുന്നുണ്ടല്ലോ. ഒരു ഇന്റർവ്യൂവിലൊക്കെ വന്നിരുന്ന് അതിനൊക്കെ നിനക്ക് പറ്റുന്നുണ്ടല്ലോ. നീ കൂടുതൽ അഹങ്കരിച്ച് കിട്ടുന്നതില്ലാതെ ആക്കരുത്, എനിക്ക് അത്രയേ പറയാനുള്ളൂ. പിന്നെ ഭാര്യയൊക്കെ അവസാനം ഇട്ടിട്ട് പോകാതെ നീ തന്നെ നോക്കിയാൽ കൊള്ളാം. അതൊക്കെ പോട്ടെ, അതിലോട്ടൊന്നും നമ്മൾ ചെല്ലുന്നില്ല. അതൊക്കെ അവൻ്റെ ഫാമിലി, സോറി അതിനകത്തോട്ട് ഞാൻ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക, അതൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ നീ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് മറ്റേ വൈറലാണ്, മറ്റേ ഒരു വിഷമത്തോടെ നീ വൈറലാന്ന് പറയരുത്, സന്തോഷത്തോടെ പറ. ഹായ് ഞാൻ എയറിലാകുമ്പോൾ കുറച്ചും കൂടെ ആൾക്കാർ അറിയും, അങ്ങനെ പറയടാ മോനെ. കാരണം അതുകൊണ്ട് മാത്രമാണ് നിന്നെ 10 പേരിന്ന് അറിയുന്നത്. അത് നീ മനസ്സിലാക്കിക്കോ, നമുക്കൊക്കെ അത് അറിയാം. ബാക്കി എനിക്ക് ആളിനെ കണ്ട ഭയങ്കര പേടിയായിരുന്നു. ഇപ്പൊ എല്ലാവരും ചേച്ചിനെ ഫസ്റ്റ് ആദ്യമായിട്ട് കാണുന്ന സമയത്ത് ഇതെന്ത് സാധനം ഇത് എല്ലാവർക്കും തോന്നിയിട്ടുണ്ട്, നിനക്ക് മാത്രമല്ല. ഇപ്പം എനിക്കും ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഇടയ്ക്കിടയ്ക്ക് തോന്നുന്ന ഒരു കാര്യമായി, എന്ത് സാധനമാണ് ഇത്. നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ? തോന്നാത്തവർ താഴെ പറ. എല്ലാവരും ഇല്ല, തോന്നിയവർ താഴെ പറ, തോന്നാത്തവർ പറയണ്ട. കാരണം ആർക്കും അങ്ങനെ തോന്നാതിരിക്കത്തില്ലെന്ന് എനിക്കറിയാം. എല്ലാവർക്കും ഒരു സമയത്ത് തോന്നിക്കാണ് എന്ത് ഐറ്റമാണ് ഇത്. ഒരു ഇന്റർവ്യൂവിൽ അത് പറയുന്നു, ഇപ്പുറത്തെ ഇന്റർവ്യൂവിൽ അത് വേറെ പറയുന്നു. എല്ലാവർക്കും തോന്നിയിട്ടുണ്ട് ഇത് എന്ത് ഐറ്റമാന്ന്. ബാക്കി നിങ്ങൾക്കൊരു ഇരട്ടപ്പേരുണ്ട്, എന്താന്ന് അറിയോ? കേട്ടോ, കണ്ടായിരുന്നോ? ഇല്ല. ഇത്തിക്കണ്ണി. അതായത് രേണുവിന്റെ കൂടെ ഇപ്പൊ അഭിനയം ഭയങ്കര കഴിവ്. അപ്പൊ രേണുവിന്റെ കൂടെ നിന്ന നൈസായിട്ട് സിനിമയിലേക്ക് കയറാം, ബിഗ് ബോസിലോട്ട് കയറാം. രേണു കയറിയില്ലെങ്കിലും വേണ്ടില്ല,
ഇല്ല എനിക്ക് കേറിയാ മതി. അതുകൊണ്ട് എല്ലാത്തിനും രേണുവിനെ അത് സപ്പോർട്ട് ഞാൻ അതിന്റെ മറുപടി ഞാൻ പറയാം. ഇപ്പോ നീ പറഞ്ഞു അതിനു മുമ്പ് ഞാനൊന്ന് പറഞ്ഞോട്ടെ മോനെ പ്രതീക്ഷ, വേറൊന്നുമല്ല. എടാ കുട്ട, നമുക്ക് എല്ലാവർക്കും അറിയാം നിന്നെ ഇത്തിൽ കണ്ണി എന്ന് ഞാനങ്ങനെ ആക്ഷേപിച്ച് വിളിക്കുന്നില്ല. പക്ഷെ നിനക്ക് ആ ഒരു സ്പേസ് കിട്ടി. ജനങ്ങളെ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഇവന് വേറെ ആർക്കും കിട്ടിയില്ല, ഇവൻ അത് കിട്ടി. അത് ഇവന്റെ നല്ല തലയിലെഴുത്ത്. ഓക്കെ, കാരണം തെറി പറയാനാണെങ്കിലും ഇവനെ നമ്മൾ കുറെ പേര് കാണുന്നുണ്ടല്ലോ, മനസ്സിലായില്ലേ? അത് ഇവന്റെ ഒരു ഭാഗ്യം. പക്ഷെ അത് വെച്ചിട്ട് സിനിമ എന്നൊക്കെ പറയുമ്പോ കുറച്ച് കൂടിപ്പോയില്ലേ? ബിഗ് ബോസ് ഓക്കെ, ചെന്ന് കയറിക്കൊടുക്ക്, കിട്ടാനുള്ളതൊക്കെ മേടിച്ചിട്ട് തിരിച്ചു പോരാ. ഇപ്പൊ ഉള്ളത് കൂടെ ഇല്ലാതായി പോവും, അത്രേ എനിക്ക് പറയാനുള്ളൂ. പക്ഷെ സിനിമ എന്നൊക്കെ പറഞ്ഞു വലിയ വലിയ വാക്കുകളൊന്നും പറയല്ലേ വൈബർ ഗുഡ് ദേവു, അങ്ങനൊന്നും ചെയ്യല്ലേ. അതൊക്കെ അയ്യോ. ബാക്കി ഞാൻ ചേച്ചി ഫസ്റ്റ് ആയിട്ട് ആൽബം കരിമിഴി കാണാൻ അഭിനയിച്ചു. ആ ആൽബം ഓൾമോസ്റ്റ് 1 മില്യന്റെ മുകളിൽ പോയായിരുന്നു. അതിനുശേഷം ഒരുപാട് ഡയറക്ടേഴ്സ് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ രേണു പ്രതീക്ഷയായിട്ട് കോംബോ ആയിട്ടാണ് അഭിനയിക്കേണ്ടത്. അപ്പൊ നിങ്ങളാണ് അഭിനയിക്കാൻ വരേണ്ടതെന്ന് പറയുന്ന സമയത്ത് നമ്മൾ അഭിനയിക്കാൻ പോകണം. എന്റെ സ്ഥാനത്ത് വേറൊരാളെ ഡയറക്ടർ വിളിച്ച് എനിക്ക് അവിടെ കൊണ്ടിരുത്താൻ പറ്റില്ലല്ലോ. ഇപ്പൊ ഞാൻ ചെയ്ത ഒരു 10-12 വർക്ക് ചേച്ചിയായിട്ടാണ് കോംബോ വന്നേക്കുന്നത്. അപ്പൊ ചേച്ചിയായിട്ട് കോംബോ ഉള്ള വർക്കിന് എനിക്ക് ചേച്ചിയായിട്ട് പോകാനേ പറ്റുള്ളൂ. അല്ലാണ്ട് ഇപ്പോ പ്രതീക്ഷ അഭിനയിക്ക്, നായകൻ പ്രതീക്ഷ, നായകി രേണു. ഈ നായകന്റെ സ്ഥാനത്ത് പ്രതീക്ഷ എന്ന് പറഞ്ഞിട്ട് വേറൊരാളെ കൊണ്ട് നിർത്താൻ പറ്റില്ലല്ലോ. ഇല്ല. അപ്പൊ ഓൾമോസ്റ്റ് 15 വർക്ക് അതിനുശേഷം കണ്ടിന്യൂ വർക്ക് വരുന്ന സമയത്ത് എനിക്ക് ഒരിക്കലും മാറി നിൽക്കാൻ പറ്റില്ല. മാറി നിൽക്കരുത് മോനെ. നീ മാറി നിന്നാ നിന്റെ കാര്യം ഗോപി, മനസ്സിലായില്ലേ? അതാ ഞാൻ പറഞ്ഞത്. നീ ഇപ്പൊ ബിഗ് ബോസിലോട്ടൊക്കെ ഇപ്പോഴാണ് നിന്റെ ടൈം. ഈ ടൈം നീ മാക്സിമം യൂസ് ചെയ്തു. 11 അല്ല, നീ ഒരു 10-20,000 ഷോർട്ട് ഫിലിം അങ്ങ് ചെയ്തു. കാരണം അത് കഴിയുമ്പോൾ നിന്റെ കഥ തീരും. പിന്നെ നിനക്ക് വല്ലതൊക്കെ കിട്ടുമോ എന്ന് നമുക്ക് അറിയാൻ പാടില്ല. ഈ ചേച്ചിയായിട്ട് നിൽക്കുമ്പോൾ ചേച്ചിയെ തെറി പറയുന്നവര് നിന്നെ ഒന്ന് ശ്രദ്ധിക്കും. 2 തെറി ഇപ്പൊ എടുത്ത് നിന്നെ റിയാക്ട് ചെയ്യുന്നില്ല. ഇത് കണക്ക് റിയാക്ട് ചെയ്ത് കുറച്ച് ആൾക്കാരൊക്കെ നിന്നെ അറിയും. അതല്ലാതെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ ഇവരുടെ ഈ അഭിനയം? മറ്റേ സിനിമയാ, ഷോർട്ട് ഫിലിമാ കാണാറുണ്ടോ നിങ്ങൾ? ഒന്ന് പോയി കാണണം കേട്ടാ. സൂപ്പറാ, അടിപൊളിയാ. എങ്ങനെ ഈ ആക്ടറാ, അങ്ങനെ ബെസ്റ്റ് ഇൻഫ്ലുവൻസ് ആകാം, മറ്റേ ബെസ്റ്റ് ജോഡിയാ, എന്തൊക്കെയാ അവാർഡൊക്കെ കൊടുക്കുന്നുണ്ട്. എന്ത് കണ്ടിട്ടാണ് എനിക്കത് മനസ്സിലാവാത്തത്? ഇവിടെ കഴിവുള്ള ആരും ഇല്ലേ അപ്പോൾ ഈ അഭിനയിക്കാനൊന്നും? അല്ല, വേറൊരു കേസ് നമ്മൾ നോക്കണേ. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഇവരെ വിളിച്ച് അഭിനയിപ്പിക്കുന്ന ഡയറക്ടർ ആണെങ്കിലും പ്രൊഡ്യൂസർ ആണെങ്കിലും ഒരു പരിപാടി നടത്തുന്ന ഒരാൾക്ക്, ഇപ്പൊ ഇവരുടെ ഈ ഷോർട്ട് ഫിലിം ആണെങ്കിലും ഇവർ ഈ പറയുന്ന 1.5-2 മണിക്കൂറുള്ള സിനിമയല്ല ആ കുന്ത്രണ്ടം, അതിനാണെങ്കിലും കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നവരില്ലേ, അവർക്കറിയാം ഇവരെ വിളിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് വരാൻ വേറെ ആരെങ്കിലും നോർമലായിട്ടുള്ള പ്രത്യേകിച്ച് അതുപോലുള്ള കഥകൾക്കൊക്കെ ഇവരെ വിളിക്കാതെ വേറെ ആരെങ്കിലും ഒക്കെ വിളിച്ചു കഴിഞ്ഞാൽ വലിയ ഗുമ്മൊന്നും കിട്ടത്തില്ല. ഇവരെ ആകുമ്പോഴത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തെറി പറയാനും ഒക്കെ ആയിട്ട് ആൾക്കാർ കയറി കുറച്ച് റീച്ചായി കുറച്ച് പൈസ കിട്ടും. ബുദ്ധിപരമായിട്ടുള്ള കളിയാണ് അവരുടെ. ഇവർ അതൊന്നും മനസ്സിലാക്കുക. അത് ജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, നിങ്ങൾ മനസ്സിലാവണം. അല്ലാതെ ജനങ്ങൾ ഒരു മണ്ടന്മാരാണ്, നിങ്ങളെ എടുത്ത് പൊക്കിത്തല നിങ്ങളുടെ അഭിനയം കൊണ്ട് വിട്ടെ. വേണ്ട പൊന്നു മക്കളെ, കൊല്ലല്ലേടാ, ഞങ്ങളെ കൊല്ലല്ലേ നീ. ബാക്കി കേൾക്കാം. അതൊരു മെഗാ സീരിയൽ കോംബോ പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അത് നല്ലതല്ലേ? നമ്മൾ ഇപ്പൊ കുഞ്ചാക്കോ അങ്ങനെ ഒരു കോംബോ വരുമ്പോ കുന്താക്കോ ബോബൻ ശാലിനിയാ ഇതുങ്ങളാ ഫൈബർ ഗുഡ് ദേവു. കൊല്ലാതെ ജനങ്ങളെ കേട്ടാ, കൊല്ലല്ലേ പ്ലീസ്, കാല് പിടിക്കാം. ജനങ്ങളെ കേട്ടാ പറയുന്നതൊക്കെ. കുന്താക്കോ ബോബൻ ശാലിനി അവര് കേക്കണ്ട, തലതല്ല ചാവും അവര്. ശാലിനി പിന്നെ പോട്ടെ, ചിലപ്പോൾ ഇതൊന്നും കാണത്തില്ലായിരിക്കും. കുന്താക്കോ ബോബൻ എൻ്റെ പൊന്നെ, ചാക്കോച്ചൻ്റെ നല്ല നല്ല സിനിമകൾ ഇപ്പോൾ വന്നോണ്ടിരിപ്പുണ്ട്. ആ മനുഷ്യൻ തലയടിച്ച് ആവും, അല്ല കല്ലടിച്ച്, മറ്റേ കല്ലേല് തലയടിച്ച് ചത്തുകളയും. അങ്ങനൊന്നും പറയല്ലേ. പിന്നെ വേറെന്തോ ഒരു ഡയലോഗും കൂടെ പറഞ്ഞല്ല. പിന്നെ മെഗാ സീരിയല് കോംബോ അല്ല, മെഗാ സീരിയല് പോലെ അത് വളരെ നല്ലതല്ലേ എന്നാണ് നമ്മുടെ പ്രജീഷ് പറയുന്നത്. കൂട്ടുകാരാ, പ്രജീത എന്തെങ്കിലും ആവട്ടെ, റേണുണ്ട റണാസുനയുടെ അപ്പുറം ഇരിക്കുന്നവൻ. മോനെ എടാ നിങ്ങൾക്ക് നല്ലതായിരിക്കൂടാ, പക്ഷെ നാട്ടുകാർക്ക് അത്ര നല്ലതല്ല കേട്ടാ. ഇങ്ങനെ അങ്ങ് വെറുപ്പിക്കരുത് പ്ലീസ്. നിനക്ക് നല്ലതാ, ഞാൻ നേരത്തെ പറയുന്ന കണക്ക് നിനക്ക് ഈ സീരീസ് മാക്സിമം ഒരു 10-200 അങ്ങോട്ട്, 2000 എന്നൊക്കെ കുറച്ച് കയറ്റി പറഞ്ഞതാ, പോട്ടെ, അത്രയൊന്നും എന്തായാലും പോകത്തില്ല. ഒരു 10-200 വരെയെങ്കിലും നിനക്ക് മറ്റേ സീരിയലൊക്കെ എപ്പിസോഡ് അടിക്കത്തില്ലേ, അതേപോലെ നിനക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയ നിനക്ക് കുറച്ച് ചൊള കിട്ടും. പിന്നെ കുറച്ചും കൂടെയൊക്കെ നാട്ടുകാരുടെ തെറി കേട്ട് ചിലപ്പോൾ നാളെ ഒരു പണിയില്ലാതൊക്കെ നമ്മൾ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് നമ്മൾ റോട്ടിൽ നിന്നൊക്കെ കാണുമ്പോഴത്തേക്ക് ചിലപ്പോൾ പറയും ആൾക്കാർ, റണാസുനോട് അഭിനയിച്ച കലാകാരൻ സൂപ്പർ അടിപൊളി അഭിനയമായിരുന്നു, ഇങ്ങനെയൊക്കെ ചിലപ്പം ആരെങ്കിലുമൊക്കെ പറയുന്നത് നിനക്കൊരു ഗെത്തായിട്ട് എടുക്കാം. മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ, ഇപ്പോഴേ ഉള്ളൂ. പക്ഷേ നാട്ടുകാർ നമ്മളെയൊക്കെ വെറുതെ വിടണേടാ. കാണാൻ ചിലപ്പോൾ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ തെറി പറയാൻ, കണ്ട് ആസ്വദിക്കാനല്ല, തെറി പറയാൻ കയറി വരുന്നവർക്ക് ഒരു മനസ്സമാധാനം കിട്ടും ഇതൊക്കെ കാണുമ്പോഴത്തേക്ക്. അങ്ങനെ ഒരു കാര്യത്തിൽ ഓക്കെ,
നമുക്കൊരു ഇപ്പൊ ഇതിന്റെ കമന്റ് ബോക്സ് ഒക്കെ കാണുമ്പോൾ നമുക്ക് ചില ആളുകൾക്ക് ഒരു മനസ്സമാധാനം കിട്ടും. ഇല്ലെങ്കിൽ ഈ വട്ടത്തരമൊക്കെ കാണുമ്പോൾ ആ കൊള്ളാലോ നല്ല പൊട്ടത്തരം എന്ന് ചിന്തിക്കുന്ന ആ ഒരു ടേൺ എടുക്കുന്നവർക്ക് ഓക്കെ ഇത് കാണാം. അല്ലാതെ ആസ്വാദനമായിട്ടൊന്നും എന്റെ പൊന്നുപോലെ ബാക്കി കേൾക്കാം. അല്ലെ, ഇനിയിപ്പോ അടുത്ത അപ്കമിങ് ആയിട്ടുള്ള പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്? മൂവി. ഇപ്പൊ മൂവിയുടെ പൂജ കഴിഞ്ഞു. നിതീഷ് സാറാണ് ഡയറക്ടർ. ഫാമിലി സർക്കസ് എന്നാണ് മൂവിയുടെ പേര്. നല്ലൊരു വേഷം കിട്ടിയിട്ടുണ്ട്. അതില് ഞാനും ചേച്ചിയാണ് ഹസ്ബൻഡ് വൈഫായിട്ട് വരുന്നത്. ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് സിനിമയുടെ പേര്. സിനിമ എന്ന് ആ സംഗതിയുടെ പേര് ഫാമിലി. എന്താ ജോക്കർ ഫാമിലിയാ? ഫാമിലി ജോക്കറാ. കൊള്ളാം, നല്ല സാധനം. ഫാമിലി സർക്കസ്, ജോക്കർ അല്ല ഫാമിലി. എല്ലാം ഒരേപോലെ തന്നെ അല്ലേ? ഫാമിലി സർക്കസ്. ഫാമിലി സർക്കസിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് അവിടെ ഇരിക്കുന്നത്. കൊള്ളാം. എല്ലാ അഭിനന്ദനങ്ങളും ഞാൻ നേരുന്നു രണ്ടുപേർക്കും. ഓക്കെ, ഫാമിലി സർക്കസിൽ ഭാര്യയും ഭർത്താവും മനുഷ്യന്മാരുടെ സിനിമയല്ലേ അത്? സിനിമന്ന് ഷോ എൻ്റെ നാക്കിനെ തന്നെ ഞാൻ അടിക്കണം. കമ്പിപ്പാര കുത്തിക്കയറ്റണം നാക്കേല്. കമ്പിപ്പാരയൊക്കെ കുത്തിക്കയറ്റി ഞാൻ ചത്തുപോകും. അല്ല ചെറിയ ആണിവല്ലോ. അങ്ങനെയൊന്നും പറയരുത്. സിനിമയല്ല, ഒരു കുന്തറാണ്ടം. 1.5-2 മണിക്കൂറുള്ള ഒരു കുന്തറാണ്ടം, അങ്ങനെ പറയാവുള്ളേ. അവൻ സിനിമ എന്നൊക്കെ പറയും. നമ്മൾ അങ്ങനൊന്നും പറയല്ലേ പ്രിയപ്പെട്ടവരെ. സിനിമയോട് ചെയ്യുന്ന കൊലപാതകമായി പോകും. അങ്ങനൊന്നും ചെയ്യല്ലേ. ഞാൻ എൻ്റെ അഭിപ്രായമാണ് ഈ പറഞ്ഞത് മൊത്തം. നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കൊക്കെ ഒന്ന് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പ്രിയപ്പെട്ടവരെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്കായി സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്. ഇനി എത്ര കാലം ഇവൻ്റെയൊക്കെ ഈ കൊണ കാണണമെന്ന് ദൈവത്തിനറിയാം കേട്ടാ. സിനിമ